ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, നമുക്കൊരു പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ? ഇതൊരു ഈസി പ്ലം കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു പ്ലം കേക്കിലേക്ക് നമുക്ക് ഫ്രൂട്ട്സ് ഒന്നും സോക്ക് ചെയ്യുകയൊന്നും വേണ്ട. ഇപ്പോൾ കഴിക്കണം തോന്നിയാൽ അപ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. ചൂടായ പാത്രത്തിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പഞ്ചസാര നമുക്ക് കാരമലൈസ് ചെയ്യാം. പാത്രത്തിൻ്റെ അടിഭാഗത്ത് നിന്ന് പഞ്ചസാര മെൽറ്റായി വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ പഞ്ചസാര എടുത്ത അതേ കപ്പളവിൽ തന്നെയാണ് മൈദയായാലും വെള്ളമായാലും ഒക്കെ എടുക്കുന്നത്. അതുകൊണ്ട് അളവ് പാത്രം ഇല്ല എങ്കിലും ജസ്റ്റ് നമ്മൾ ഏത് കപ്പളവിലാണോ നമ്മളിപ്പം പഞ്ചസാര എടുക്കുന്നത് അതേ കപ്പളവിൽ വെച്ച് തന്നെ എല്ലാം എടുക്കാൻ വേണ്ടി നോക്കിയാൽ മതി. പഞ്ചസാര ഇപ്പോൾ മെൽറ്റായി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. പഞ്ചസാര മുഴുവനായി മെൽറ്റായി നല്ലൊരു ഗോൾഡൻ കളർ ആയിട്ടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ നല്ലോണം ഡാർക്ക് ആയി കഴിഞ്ഞാൽ വല്ലാതെ കയ്പ്പ് ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ പഞ്ചസാര എടുത്ത സെയിം കപ്പ് അളവിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത്. കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഒരുപാട് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ കയ്യിലേക്ക് ആവി കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം മുഴുവനായി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. പഞ്ചസാരയൊക്കെ മുഴുവനായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് ഉണക്കമുന്തിരി കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി കൂടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഇതേ ടൈമിൽ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഡേറ്റ്സും കട്ട് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നത് നമ്മളെ ഒരു ഇഷ്ടത്തിനാണ്. അതിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മളെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ടൂട്ടി ഫ്രൂട്ടിയും ഉണക്കമുന്തിരിയാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. നട്ട്സൊക്കെ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി. നന്നായി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 1 പിഞ്ച് സിനമൺ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 പിഞ്ച് തന്നെ ഗ്രാമ്പു പൊടിച്ചതും കൂടിയുണ്ട്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു ടൈമിൽ ഇത് ആഡ് ചെയ്യുന്നത് ആ ഒരു റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരിപ്പ് ഉണ്ടാവുമല്ലോ, അത് കിട്ടാൻ വേണ്ടിയിട്ടാണേ. നല്ലപോലെ ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് ഓഫ് ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഇതിവിടെ മാറ്റി വെക്കാം. ഇനി കേക്ക് ബേക്ക് ചെയ്യാനുള്ള ബാറ്റർ റെഡിയാക്കാം. അതിനായി ഞാൻ 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. 1.5 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.25 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ തന്നെ ഗ്രാമ്പു പൊടിച്ചതാണ് ഇത്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. സിനമൺ പൊടിച്ചത് നമുക്ക് 1 ടീസ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ആഡ് ചെയ്യാനുള്ളത് നട്ട്മഗാണ്, ജാതിക്ക. അത് 1.5 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് അരിച്ചെടുത്ത് വെക്കാം. അരിച്ചെടുത്ത് വെച്ചതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു വേറെ പാത്രത്തിലേക്ക് നമുക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചെടുത്ത് വെക്കാം. ഇനി ഇതൊരു വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്യാം. വിസ്ക് വെച്ച് നന്നായി ഒന്ന് പതപ്പിച്ചെടുത്താൽ മതി, അല്ലാതെ ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നേരത്തെ റെഡിയാക്കിയ ഉണക്കമുന്തിരിയുടെ ആ മിക്സിലേക്ക് 1/2 കപ്പ് കാഷ്യൂ ചെറുതായി ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ തണുത്തതിന് ശേഷമാണ് ഇടുന്നത് നട്ട്സൊക്കെ. ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച എഗ്ഗ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തണുത്ത മിക്സിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എഗ്ഗ് പെട്ടെന്ന് കുക്കായി പോവും. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടി ഇതിലേക്ക് കുറച്ചായി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുഴുവനായി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കിത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കുറച്ചായി ഇട്ട് കൊടുത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ പ്ലം കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇത്തിരി തിക്കായിട്ടുള്ള ബാറ്റർ ആയിരിക്കും. ഞാനിവിടെ ഒരു 10 മിനിറ്റ് മുന്നേ ഒരു ഓവൻ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഞാനൊരു 7 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ബട്ടർ പേപ്പർ കയ്യിലുള്ളവരാണെങ്കിൽ അത് വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇത് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് മൈദ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാവിടെയും മൈദപ്പൊടി ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാലൻസ് ഉള്ളത് തട്ടിക്കളയുക. ഇതിപ്പോൾ കേക്ക് ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ മുഴുവനായി ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നേരത്തെ പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്ക് ഇത് എടുത്ത് വെച്ച് കൊടുക്കാം. പ്ലം കേക്കിൻ്റെ കുക്കിംഗ് ടൈം എന്ന് വെച്ചാൽ 1 hour ആണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ 45 മിനിറ്റ് കുക്ക് ചെയ്യുക. അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്യണം. അങ്ങനെ ടോട്ടൽ 1 hour ആണ് വേണ്ടത്. ഒരു ഇത്തിരി ഭംഗിക്ക് വേണ്ടി ഞാൻ ഇതിലേക്ക് കുറച്ച് ചെറീസും അതുപോലെ കാഷ്യൂസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അലങ്കാരപ്പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഒരു 45 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അതിനുശേഷം ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പം 1 hour ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നന്നായി കുക്കായിട്ടുണ്ട്. ഞാനൊരു ടൂത്ത് പിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. നല്ല അടിപൊളിയായി കുക്കായിട്ടുണ്ട്. കണ്ടു, ടൂത്ത് പിക്കിലൊന്നും എവിടെയും ഒട്ടിപ്പിടിച്ചിട്ടോ ഒന്നുമില്ല. ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2-3 മണിക്കൂർ വെച്ച് തണുത്തതിന് ശേഷം ഞാൻ ഡീമോൾഡ് ചെയ്തെടുക്കുവാണേ. നോർമലി ഈ പ്ലം കേക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെയൊക്കെ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ശരിയായ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിപ്പോൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ടും നമുക്കായിരിക്കും ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഞാനിതൊന്ന് കട്ട് ചെയ്തുകൂടെ കാണിച്ചു തരാം. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് കേക്ക് ബേക്ക് ചെയ്യുന്ന ടൈമിൽ പ്ലം കേക്കൊക്കെ ബേക്ക് ചെയ്യുമ്പോൾ ഇതിലുള്ള നട്ട്സും ഫ്രൂട്ട്സൊക്കെ കേക്കിൻ്റെ അടിഭാഗത്ത് മാത്രമായിട്ട് ഇങ്ങനെ താഴ്ന്ന് നിൽക്കാറുണ്ടെന്ന്. ഇതിപ്പോൾ എല്ലാവിടെയും ഒരുപോലെ എത്തിയിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേക്കിനുള്ളിൽ എല്ലാവിടെയും ഒരുപോലെ നട്ട്സും ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. പ്ലം കേക്കിൻ്റെ ഒരു പെർഫെക്റ്റ് റെസിപ്പി തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.